ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് ഡാഷ്. ഇതൊരു ഇഡിയമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഫോട്ടോഗ്രാഫ് എന്ന ഓപ്ഷനിലുണ്ട്, ഇൻ റിട്ടൺ ഫോം എന്ന ഓപ്ഷനിലുണ്ട്, ദ കളർ ചേഞ്ച് എന്ന ഓപ്ഷനിലുണ്ട്, അതുപോലെ ട്രാൻസ്ലേഷൻ എന്ന ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കറുത്ത ബോർഡിലാണ് എന്ത് ചെയ്യുന്നു, ചോക്കിട്ട് എഴുതിയിരുന്നത്. അപ്പോൾ അത് എന്താണ്, എഴുതാനാണ് അത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് റിട്ടൺ ഫോം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് റിട്ടൺ ഫോം. വെരി ബ്രൈറ്റ് എന്നും പറയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിട്ടൺ ഫോം എന്നും പറയാം, വെരി ബ്രൈറ്റ് എന്നും പറയാം. അപ്പോൾ അതുപോലെ കളറുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഇടിയാണ് വൈറ്റ് എലിഫൻറ്റ്. വൈറ്റ് എലിഫൻറ്റ് മീൻസ് യൂസ്ലെസ്, റയർ, ഹൈ മെയിൻ്റെനൻസ്. വൈറ്റ് എലിഫൻറ്റ് മീൻസ് യൂസ്ലെസ്, റയർ, ഹൈ മെയിൻ്റെനൻസ്. അതുപോലെ വരുന്ന മറ്റൊന്നാണ് പിങ്ക് എലിഫൻറ്റ്. പിങ്ക് എലിഫൻറ്റ് മീൻസ് ഡ്രഗ് അഡിക്റ്റ് എന്നാണ്. പിങ്ക് എലിഫൻറ്റ് മീൻസ് ഡ്രഗ് അഡിക്റ്റ് എന്നാണ്. അതുപോലെ ബ്ലൂ ബ്ലഡ്, മറ്റൊരു ഇടിയാണ് ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് മീൻസ് റോയൽ ഫാമിലി മെമ്പേഴ്സ് എന്നാണ്. ബ്ലൂ ബ്ലഡ് മീൻസ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. അതുപോലെ ഫീൽ ബ്ലൂ എന്നാൽ അതിൻ്റെ അർത്ഥം, ഫീൽ ബ്ലൂ മീൻസ് സാഡ്നെസ് എന്നാണ്. ഫീൽ ബ്ലൂ മീൻസ് ബിക്കം സാഡ്, ദുഃഖം എന്നർത്ഥത്തിൽ പറയുന്നു. അതുപോലെ അടുത്ത് വരുന്ന മറ്റൊരു ഇടിയാണ് എന്ത് ചെയ്യും, റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ, സന്തോഷമുള്ള ദിവസങ്ങൾ. റെഡ് ലെറ്റർ ഡേ മീൻസ് ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. അതുപോലെ വരുന്ന മറ്റൊരു ഇടിയാണ് ടു സീ റെഡ്. ടു സീ റെഡ് മീൻസ് ബിക്കം ആംഗ്രി എന്നാണ്. ടു സീ റെഡ് മീൻസ് ബിക്കം ആംഗ്രി. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ് വൈസ് വൈസ്. വൈസ് വൈസ് മീൻസ് ഡാഷ്. വൈസ് വൈസ് മീൻസ് ഡാഷ്. ഇതൊരു ഫോറിൻ യൂസേജ് ആണ്. വൈസ് വൈസ് മീൻസ് ഓപ്ഷനിൽ ഫേസ് ടു ഫേസ് എന്നുണ്ട്, ഓൺ അതർ വേ എറൗണ്ട് എന്ന ഓപ്ഷനിലുണ്ട്, അതുപോലെ ഇൻ പ്രൈവറ്റ് എന്ന ഓപ്ഷനിലുണ്ട്, നൺ ഓഫ് ദിസ് എന്നുണ്ട്. അപ്പോൾ വൈസ് വൈസ് മീൻസ് ഫേസ് ടു ഫേസ് എന്നാണ്, മുഖാമുഖം എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പോൾ അതുപോലെ വരുന്ന ഒന്ന് രണ്ട് ഫോറിൻ വേർഡ്സ് ആണ്. ഒന്നാമത്തത് ടീറ്റേ ടീറ്റേ. ടീറ്റേ ടീറ്റേ മീൻസും ഫേസ് ടു ഫേസ് എന്നാണ്. ടീറ്റേ ടീറ്റേ മീൻസ് ഫേസ് ടു ഫേസ് എന്നാണ്. അതുപോലെ വരുന്ന മറ്റൊന്നാണ് പ്രിമാ ഫേസി. പ്രിമാ ഫേസി മീൻസ് ഫസ്റ്റ് സൈറ്റ് എന്നാണ്. പ്രിമാ ഫേസി മീൻസ് ഫസ്റ്റ് സൈറ്റ്. അതുപോലെ ഫസിമെയിൽ. ഫസിമെയിൽ മീൻസ് പെർഫെക്റ്റ് കോപ്പി എന്നാണ്. ഫസിമെയിൽ മീൻസ് പെർഫെക്റ്റ് കോപ്പി എന്നാണ്. അതുപോലെ വരുന്ന മറ്റൊരു ഫോറിൻ വേർഡാണ് ബെല്ലാഡൊന്ന. ബെല്ലാഡൊന്ന മീൻസ് പ്രിറ്റി വുമൺ എന്നാണ്. ബെല്ലാഡൊന്ന മീൻസ് പ്രിറ്റി വുമൺ. അതുപോലെ വരുന്ന മറ്റൊരു ഫോറിൻ വേർഡാണ് ആബ് ഇനിഷ്യോ. ആബ് ഇനിഷ്യോ മീൻസ് ഫ്രം ദ ബിഗിനിങ് എന്നാണ്. ആബ് ഇനിഷ്യോ മീൻസ് ഫ്രം ദ ബിഗിനിങ് എന്നാണ്. അതുപോലെ വരുന്ന മറ്റൊരു ഫോറിൻ വേർഡാണ് ഇൻ ടോട്ടോ. ഇൻ ടോട്ടോ മീൻസ് ടോട്ടലി എന്നാണ്. ഇൻ ടോട്ടോ മീൻസ് ടോട്ടലി എന്ന് അർത്ഥം വരുന്നു. മൂന്നാമത്തെ ചോദ്യമാണ് കറക്റ്റ് ദ സ്പെല്ലിംഗ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമെട്രിയുടെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമെട്രിയുടെ സ്പെല്ലിംഗ്, കറക്റ്റ് സ്പെല്ലിംഗ് ബി ഓപ്ഷൻ, SYMMETRY സിമെട്രി. SYMMETRY സിമെട്രി, ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ വരുന്ന മറ്റ് കുറച്ച് പ്രധാനപ്പെട്ട സ്പെല്ലിംഗ് കറക്ഷൻ വേർഡ്സ് ആണ്. ഒന്ന് സൂപ്രണ്ടൻറ്റ്. സൂപ്രണ്ടൻറ്റിൻ്റെ സ്പെല്ലിംഗ് SUPERINTENDENT. ഇപ്പോൾ സൂപ്രണ്ടൻറ്റിൻ്റെ സ്പെല്ലിംഗ് SUPER, സൂപ്പർ, ഇൻ ഇൻ, TEN ഡെൻറ്റ് DENT. അതേപോലെ സുനാമിയുടെ സ്പെല്ലിംഗ് ആണ് TSUNAMI. സുനാമി TSUNAMI. അതേപോലെ അടുത്ത് വരുന്നതാണ് അനസ്തേഷ്യ. അനസ്തേഷ്യയുടെ സ്പെല്ലിംഗ് ആണ് ANESTHESIA. അനസ്തേഷ്യയുടെ സ്പെല്ലിംഗ് ANESTHESIA. അതുപോലെ കൺസെഷൻ്റെ സ്പെല്ലിംഗ് ആണ് CONCESSION.
CESSION. അതേപോലെ അടുത്ത് വരുന്നതാണ് സൈക്കാട്രിസ്റ്റിൻ്റെ സ്പെല്ലിംഗ് ആണ് PSYCHIATRIST. സൈക്കാട്രിസ്റ്റ് PSYCHIATRIST. അടുത്ത് വാക്വം VACCUM. വാക്വത്തിൻ്റെ സ്പെല്ലിങ് VACCUM. അടുത്താണ് ഹെമറേജ് HAEMORRHAGE. 2 ആറുണ്ട്. HAEMORRHAGE ഹെമറേജ്. അടുത്താണ് ലെഫ്റ്റനൻറ്റ്. ലെഫ്റ്റനൻറ്റ് സ്പെല്ലിങ് LIEUTENANT. LIEUTENANT ലെഫ്റ്റനൻറ്റ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യമാണ് പ്ലൂറൽ ഫോം ഓഫ് മീഡിയം. മീഡിയത്തിൻ്റെ പ്ലൂറൽ ഫോം ഏതാണ്? ഓർമ്മയിലിരിക്കുക, UMൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ UM മാറ്റി A ആക്കുക. UMൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ UM മാറ്റി A ആക്കുക. മീഡിയം, മീഡിയ. മെമ്മോറാണ്ടം, മെമ്മോറാണ്ട. മൊമൻറ്റം, മൊമൻറ്റ. റഫറണ്ടം, റഫറണ്ട. അക്വേറിയം, അക്വേറിയ. ഇങ്ങനെയാണെങ്കിൽ മീഡിയത്തിൻ്റെ ഏതാണ് പ്ലൂറൽ ഫോം ഏതാണെന്ന് ചോദിച്ചാൽ മീഡിയ. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. മീഡിയ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 5ാമത്തെ ചോദ്യമാണ് ഡാഷ് എ ഡാഷ് ഓഫ് കാറ്റിൽസ്. ഡാഷ് ഓഫ് കാറ്റിൽസ് എന്ന് പറയില്ല. എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് ഇൻ ദി മെഡോ. മെഡോ മീൻസ് പുൽമേട് എന്നാണ്. അപ്പോൾ എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് ഇൻ ദി മെഡോ. അപ്പോൾ കാറ്റിലിൻ്റെ കളക്റ്റീവ് നോണാണ് ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെ ഓപ്ഷൻ ഇഡിയം എന്നാണ്. ഇഡിയം ശൈലി എന്നാണ് അർത്ഥം. ഹേർഡ് ഓഫ് കളക്റ്റീവ് നോണാണ്. സ്വാം ഓഫ് കളക്റ്റീവ് നോണാണ്. അതുപോലെ ആർമി കളക്റ്റീവ് നോണാണ്. ഇപ്പോൾ കാറ്റിലിൻ്റെ കളക്റ്റീവ് നോണ് ഹേർഡ് ഓഫ് ആണ്. ഹേർഡ് ഓഫിൽ വരുന്ന ജീവജാലങ്ങളാണ് കൗ, കാറ്റില്, ബഫല്ലോ, ഓക്സ്, ബുള്ള്, അതുപോലെ എലിഫൻറ്റ്, ഗോട്ട്, ഡിയർ, അതുപോലെ ആൻറ്റിലോപ്പ്, സീബ്ര. ഇതൊക്കെ ഹേർഡ് ഓഫിൽ വരുന്നു. സ്വാം ഓഫിൽ വരുന്ന കളക്റ്റീവ് നോണുകളിൽ അല്ലെങ്കിൽ സ്വാം ഓഫ് എന്ന കളക്റ്റീവ് നോണിൽ വരുന്നതാണ് ഫ്ലൈസ്, ബീസ്, കോക്രോച്ച്. ഇങ്ങനെയുള്ള പ്രാണിവർഗത്തിൽപ്പെട്ട അവയുടെ കളക്റ്റീവ് നോണാണ് സ്വാം ഓഫ്. അടുത്താണ് ആർമി ഓഫ്. ആർമി ഓഫിനകത്ത് വരുന്നത് സോൾജിയേഴ്സ്, ആൻസ് എന്നിവ ആർമി ഓഫിൽ വരുന്നു. അപ്പോൾ കാറ്റിലിൻ്റെ കളക്റ്റീവ് നോണ് ഹേർഡ് ഓഫ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്.